വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത്. നമ്മളെയും മക്കളെയും ഒക്കെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇതിനകത്തുള്ളത്. ഹായ്, ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കുറച്ച് ഗൗരവവും അതുപോലെ തന്നെ എന്നാൽ കുറച്ച് രസകരവുമായ ഒരു വീഡിയോയുടെ ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും അത് മുഴുവനായി കാണണേ. എന്നെ സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ലൈക്ക് കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. ഞാനൊരു ആശുപത്രി ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇതിന് ആരോട് എന്ത് സമാധാനം ചോദിക്കും, പറയും, ആരോട് പരാതിപ്പെടും? നമുക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരോട് പറയും? എന്താണ് ഇതിന് പരിഹാരം? പരിഹാരവും അവിടെ തന്നെ ഉണ്ട്. അതാണ് അതിനുള്ള പ്രത്യേകത കേട്ടോ. ഒരു 4-5 മാസമായി ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരു ദിവസം ആശുപത്രി ചെല്ലുമ്പോൾ ഇങ്ങനെ ഈ കാഴ്ച കണ്ടത് കേട്ടോ. പേവിഷബാധ, അതിനുള്ള കുത്തിവയ്പ്പ്, ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും തൊട്ട് താഴെ തന്നെ കിടക്കുന്നു നമ്മുടെ നായ. അപ്പോൾ ഇതെങ്ങനെയുള്ളതെന്നൊന്നും അറിയത്തില്ല. അതിനടുത്തൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ വെയിറ്റിംഗ് ഷെഡ്, അത് കുറച്ച് വലുതാ, ഉണ്ട്, വീതി കുറഞ്ഞിട്ട്. അതിനകത്ത് നായ്ക്കൾക്ക് കിടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അതുപോലെ നായ്ക്കൾ അതിനകത്ത് വന്ന് കിടക്കും കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ കണ്ടിട്ടാണ് ആശുപത്രിയിലോട്ട് ചെല്ലുന്നത്. അന്നേരം അവിടെയും ഇത് തന്നെ. പിന്നെ ചെരുപ്പ് എടുത്തുകൊണ്ട് പോകും, അതുകൊണ്ട് സൂക്ഷിക്കണം, അഴിച്ചു വെക്കരുതെന്നൊക്കെ പറഞ്ഞ് അവിടെ വേറെയും കണ്ടില്ലേ ബോർഡ്. അപ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. ഇതിന് എന്ത് ചെയ്യും? ഈ കുത്തിവയ്പ്പ് അവിടെ ഉണ്ട്, ഈ നായ കടിച്ച കുത്തിവയ്പ്പ് ഉണ്ട്, അവിടെ തന്നെ ഉണ്ട് എടുക്കാൻ. പക്ഷെ അതാണോ നമുക്ക് പരിഹാരം? ഇതിന് വേറൊരു പരിഹാരവും ഇല്ലേ? ഈ നായ്ക്കളെ ഇല്ലാതാക്കാൻ, ഇതുങ്ങളെ ഇങ്ങനെയുള്ള ശല്യങ്ങൾ ഒഴിവാക്കാനായിട്ട് എന്തെല്ലാം അപകടങ്ങളാണ് ഇതുങ്ങളുടെ മുഖാന്തരം സംഭവിക്കുന്നത്? പിള്ളേരെയും വലിയവരെയും ഒക്കെ ഉപദ്രവിക്കുന്നത് അല്ലെ? എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പഞ്ചായത്തുകൾക്കൊന്നും ഇതിനൊരു പരിഹാരം വരുത്താനായിട്ട് പറ്റത്തില്ലേ എന്നൊക്കെയാണ് ഞാനതിനെക്കുറിച്ച് ആലോചിച്ചത്. വന്നതിന് ശേഷം നല്ല നമ്മളെ ഉപദ്രവിച്ചിട്ട് പിന്നെ കുത്തിവയ്പ്പ് എടുത്തു, അതിൻ്റെ പുറകെ നടന്നിട്ട് എന്താ കാര്യം? ഇനി കുത്തിവയ്പ്പ് ഫലിച്ചില്ലെങ്കിൽ ഒരു മനുഷ്യനെ എത്രമാത്രം നരകിക്കണം? ഇതിനൊന്നും ഒരു പരിഹാരവും ഇല്ലേ? നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ പറയണേ. എന്താ ചെയ്യാന്ന്? എല്ലാവരും അഭിപ്രായങ്ങൾ എപ്പോഴും പറയുന്നത് കേൾക്കാം അല്ലേ? ഓരോ അപകടം വരുമ്പോൾ അല്ലെ ഓരോ ഉപദ്രവങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഭയങ്കര അഭിപ്രായങ്ങൾ പറച്ചില്ല. അതോടെ അവിടുന്ന് അവസാനിച്ചു. അടുത്തത് വരുന്നത് വരെ എല്ലാവരും എല്ലാ കാര്യങ്ങളും മറന്നു പോകും അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കാര്യങ്ങൾ. ഞാനിത് കണ്ടപ്പം നമുക്കൊരു ചിന്തയ്ക്കും ഒരു എല്ലാത്തിനും കൂടി വേണ്ടിയിട്ട് ഞാൻ അങ്ങ് എടുത്തിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. എല്ലാവർക്കും ടാറ്റാ.